മോസ്റ്റ് ബ്രൂട്ടൽ മൂവി ഓഫ് ഇന്ത്യൻ സിനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് മാർക്കോ. കാരണം ഇന്ത്യൻ സിനിമയിൽ തന്നെ ലാസ്റ്റ് കണ്ടത് കിൽ എന്ന സിനിമയാണ്. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും ബ്രൂട്ടലായിരുന്നു. അതിൻ്റെ മൂത്താപ്പയായിട്ട് വരും ഈ സിനിമ മാർക്കോ. ഉണ്ണിമൂന്നന് ഗംഭീര സ്ക്രീൻ പ്രസൻസും രവി ബർസൂറിൻ്റെ കിടിലൻ BGM-ഉം നല്ല സിനിമാറ്റോഗ്രാഫിയും നല്ല എഡിറ്റും കൂടെ ചേർന്ന് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു മൂവിയാണ് മാർക്കോ. നമ്മുടെ ലോകേഷ് കനകരാജനെ റീസെൻ്റ്ലി പറഞ്ഞ പോലെ റോളക്സിൻ്റെ ഇൻ്റർവ്യൂ കുറച്ചുകൂടെ ബ്രൂട്ടലായിരുന്നെങ്കിലും അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുകയായിരുന്നു, കോംപ്രമൈസ് ചെയ്യിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാതെ ഈ സീനുകൾ നമ്മളെ കാണുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് കണ്ണു ചുളിക്കുന്ന തരത്തിലുള്ളൊരു സീനുകൾ ഇൻക്ലൂഡ് ചെയ്ത് ഇത്തരത്തിലൊരു സിനിമ എടുക്കാൻ മുൻകൈ എടുത്തതിന് ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്യണം ആ ഡയറക്ടർ ഹനീഫ് അദേനി. പുള്ളിയുടെ റീസെൻ്റിലായിട്ടുള്ള സിനിമകളിൽ നിന്നും വലിയൊരു കംബാക്ക് തന്നെയാണ് പുള്ളി ഇതാക്കിയിരിക്കുന്നത്. അതിൽ ഓരോരുത്തരും അതിൻ്റെ വേഷങ്ങൾ അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. ജഗദീഷ് ചേട്ടൻ പറഞ്ഞ പോലെ പുള്ളി നൈസായിട്ടുള്ളൊരു ഗംഭീര ഒരു ക്യാരക്ടർ ഈ സിനിമയിലുണ്ട്. ആളുടെ ഇൻട്രോയ്ക്ക് കിട്ടുന്ന കയ്യടി തൊട്ട് നമുക്കറിയാം പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് അപാരം തന്നെയായിരുന്നു ഈ സിനിമയിൽ. ഒരു പുള്ളിൻ്റെ ഡയലോഗ് ഡെലിവറി ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. വില്ലൻ സൈഡിൽ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ മറ്റേ നമ്മുടെ ദുഹാൻ സിംഗ്, എൻ്റെ മോനെ ഒരു വരവുണ്ട്. പുള്ളി ഇത്രയും ബ്രൂട്ടലായിട്ടൊരു വില്ലനെ കണ്ടിട്ടില്ല. ആൻഡ് നമ്മുടെ ഉണ്ണിമൂന്തൻ പുള്ളി അത്യാവശ്യം നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് ഈ റോളിന് വേണ്ടി പക്കാവായിട്ടൊരു ഫിറ്റ്നസ് ഫ്രീക്ക് എന്നൊക്കെ പറയുന്ന പോലെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഓരോ കോസ്റ്റ്യൂമിൽ പുള്ളി വരുന്ന അത്രയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ലുക്കും കൂടെയാണ് സിനിമ ഉണ്ടായിരുന്നത്. സിനിമയിൽ ആദ്യം ഈ റീസെൻ്റിൽ വന്ന കുറേ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ, വലിയ സിനിമകളുടെ ഒരു ആവറേജ് റിവ്യൂസ് വന്ന കുറേ സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് അത്രയും കിടിലനായിട്ട് സെക്കൻഡ് ഹാഫ് വലിയ കാര്യമില്ലാതെ പോകുന്ന ഒരു സംഭവമുണ്ട്. അന്നേരം തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ശരിക്കും ഒരു സെക്കൻഡ് ഹാഫ് അപ്പായെങ്കിൽ മാത്രമേ സിനിമ പോസിറ്റീവായിട്ട് കിട്ടുള്ളൂ. ഞാൻ ഈ സിനിമ ഇൻ്റർവെൽ കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിട്ടേ തോന്നിയുള്ളൂ. ഇത് ഇത്രയ്ക്കും റഷ് വരേണ്ട കാര്യം എന്താണ് എന്നുള്ള രീതിയിലായിരുന്നു സെക്കൻഡ് ഹാഫ്. പക്ഷേ ആ പ്രീ ക്ലൈമാക്സ് സീന് ഭയങ്കര ബ്രൂട്ടൽ ആൻഡ് അതിൻ്റെ മേക്കിംഗ് ഒക്കെ ഭയങ്കര കിടിലനായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫിൽ വരുന്ന ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സെക്കൻഡ് ഹാഫ് ഒന്ന് പമ്പ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സിനിമ ലിഫ്റ്റ് ആയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്കൽ സൈഡ് അത്രയും കിടിലനായിരുന്നു. നല്ല ഒരു പുള്ളിനെ കൊണ്ട് ഉണ്ണിമൂന്തൻ്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഗംഭീരമായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട്. അതിൽ ആ സ്റ്റെയർ ആക്ഷൻ സീക്വൻസ് ആയാലും അതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ആ സ്റ്റെയറിൽ ഉള്ളതും ക്ലൈമാക്സിന് മുമ്പത്തെ സീനുകൾ അത്രയും ആ വില്ലനിസം, ഞാൻ പറഞ്ഞ ദുഹാൻ സിംഗ് ചെയ്ത വില്ലനിസം ഒരു നമുക്ക് തോന്നുന്നു ഇനി നായകന് ഇതിൽ കൂടുതലൊരു അടി കിട്ടാൻ തന്നെ ഇല്ല. അത്രയ്ക്ക് ഗംഭീരമായിരുന്നു ആ ഒരു സീക്വൻസ്. അത്രയും ഒരു പിന്നെ സിദ്ദിഖാൻ്റെ ഒരു പ്രീ ക്ലൈമാക്സിന് മുമ്പുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. പുള്ളി അതായത് ഒരു മാസ് ചേരുവ കിട്ടാൻ ഒരു ഭയങ്കര ആക്ടറോ ഭയങ്കര സ്റ്റാർ വാല്യൂ ഉള്ള ആളൊന്നും ആവണ്ട എന്ന് തെളിയിച്ച ഒരു ഗംഭീര സീനായിരുന്നു. അത്രയും കയ്യടിയായിരുന്നു ആ സീന്. പുള്ളി ഒരു നല്ല ഡയറക്ടറിൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ നല്ല സ്റ്റൈലിഷ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവരൊക്കെ കയ്യടി വാങ്ങിക്കൂട്ടും എന്ന് തെളിയിക്കുന്ന ഒരു സിനിമയാണ്. സിദ്ദിഖ് ആയാലും ജഗദീഷ് ചേട്ടനായാലും എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ ഷമ്മി തിലകൻ ചേട്ടൻ്റെ മകൻ റസൽ എന്ന ക്യാരക്ടറായിട്ട് വന്നിട്ടുണ്ട്. പുള്ളിയും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത പുള്ളിയുടെ ഒരു വോയിസ് ഓവറും അങ്ങനെ ഭയങ്കര കിടിലനൊക്കെ തന്നെയായിരുന്നു. സിനിമയിൽ പോരായ്മ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഹാഫാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറഞ്ഞത് എനിക്ക് ജസ്റ്റ് ഓക്കെ ആയിട്ട് തോന്നില്ല. കാരണം അതിൽ ഒന്നാമത് സ്റ്റോറി ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. പിന്നെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയൊക്കെയോ ഒതുക്കി വിട്ടതിന് ശേഷം സെക്കൻഡ് ഹാഫ് ഒന്ന് അഴിച്ചു വിടുക എന്നുള്ള ഒരു ഇത് ചെയ്ത പോലെ തോന്നി. കാരണം ഫസ്റ്റ് ഹാഫിൽ ഒരു എന്താ പറയുക ഒരു പമ്പ് ഉണ്ടായിരുന്നില്ല. കാരണം ഒരു 2 ആക്ഷൻ സീക്വൻസ് എങ്കിലും വെക്കായിരുന്നു. കാരണം ഉള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ കിടിലൻ തന്നെ ആയിരുന്നു. പക്ഷെ അതിലോട്ട് വരുന്ന സീനുകളൊന്നും അത്രയ്ക്കൊരു ഇംപ്രവൈസ് ചെയ്യുന്നത് വലിയ ഒരു മികച്ചതായി തോന്നിയില്ല. കാരണം ഒരു കഥ സ്റ്റോറി വൈസ് അല്ലെങ്കിൽ റൈറ്റിംഗ് ഫസ്റ്റ് ഹാഫിൽ കുറച്ചൊന്ന് ഡൗൺ ആയിരുന്നു. ടോട്ടലി റൈറ്റിങ്ങിനേക്കാൾ കൂടുതൽ ടെക്നിക്കൽ ആസ്പെക്റ്റും മേക്കിങ്ങുമാണ് പ്ലസ് ആയിട്ട് തോന്നിയത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് നല്ല കിടില ആക്ഷൻ സീക്വൻസും കാര്യങ്ങളുള്ളതുകൊണ്ട് നന്നായി പമ്പ് ആയിട്ടുണ്ട് സിനിമ. പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നോക്കുമ്പോൾ എനിക്ക് ഉള്ളിൽ കുറച്ച് ഡൗൺ തന്നെയായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ ലിഫ്റ്റ് ആയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് ഹാഫ് അത്രയ്ക്കും ഇല്ലാണ്ട് സെക്കൻഡ് ഹാഫ് ഭയങ്കര പമ്പ് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിനിമ ലിഫ്റ്റ് ചെയ്തു. അത്രയും റഷാണ് ഈ സിനിമയ്ക്ക് കാണാനൊക്കെ. കാരണം ഇത്ര എ സർട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഇത്രയും ബ്രൂട്ടലായിട്ടുള്ള സിനിമയ്ക്ക് ശരിക്കും സർട്ടിഫിക്കറ്റ് അർഹിക്കുന്ന ഒരു സിനിമ ഈ മാർക്കോ തന്നെയാണ്. ചില സിനിമകൾക്ക് സർട്ടിഫിക്കറ്റ് എന്തിനാണ് കൊടുക്കുന്നത് പോലും നമുക്ക് അറിഞ്ഞുകൂടാ. അതായത് അത് കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്ത പോലെ തോന്നും. ഇതിലെ പക്ഷെ അങ്ങനെയല്ല. ഇറ്റ് ഡിസേർവ് എന്ന് പറയില്ലേ, അത്രയും ഇതായിരുന്നു. നമ്മൾ ഫാമിലിയായിട്ട് ഒരിക്കലും പോയി കാണാൻ പറ്റില്ല. അത്രയ്ക്കും ബ്രൂട്ടലായിട്ടുള്ള സീനാണ്. ഞാൻ ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ട് തന്നെ ഇല്ല ഇത്തരത്തിലുള്ള ഒരു ഇത്.
മറ്റ് ഭാഷകളുണ്ടാവും, പക്ഷേ ഇന്ത്യൻ സിനിമയിൽ ഒരു ചാൻസും ഇല്ല. അപ്പോൾ അത്രയും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീരം തന്നെയായിരുന്നു. കുറച്ച് മനക്കെട്ടിയോടെ കാണണം ആ സീനൊക്കെ. പ്രീ ക്ലൈമാക്സ് സീനും ഭയങ്കര ബ്രൂട്ടൽ പറഞ്ഞാൽ ഭയങ്കര ബ്രൂട്ടലാണ്. സോ നിങ്ങൾക്ക് ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് കാണാൻ തീർച്ചയായിട്ടും പോയി കാണാവുന്ന ഒരു സിനിമയാണ് മാർക്കോ. ഒരു ടേൺ തന്നെയാണ് മോളിവുഡിന്, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പടം. ഇത്രയും വയലൻ്റ് ആയിട്ടൊരു മോളിവുഡിൽ നിന്ന് ഒരു ആക്ഷൻ മൂവി വന്നു എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.